വിത്ത് വിതച്ച് മുളച്ചു വരുന്ന വൃക്ഷങ്ങളുമുണ്ട്, വിത്ത് വീണ് മുളച്ചു വരുന്ന വൃക്ഷങ്ങളുമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമുണ്ട്. വിത്ത് വിതച്ച് മുളച്ചു വരുന്ന വൃക്ഷത്തിന് ഒരു ഉടയവൻ ഉണ്ടായിരിക്കും. ആ ഉടയവൻ കാലാകാലങ്ങളിൽ ആ വൃക്ഷത്തിന് ആവശ്യമുള്ള വെള്ളവും വളവും കൊടുത്ത് ആ വൃക്ഷത്തെ സംരക്ഷിച്ചു നിർത്തുന്നവനായിരിക്കും. ഇനി വിത്ത് വീണ് മുളച്ചു വന്ന വൃക്ഷത്തിന് ഇതൊന്നും അവകാശപ്പെടുവാനും കഴിയത്തില്ല. ഒരു വിത്തിനെ അഥവാ ഒരു വൃക്ഷത്തെ ഒരു മനുഷ്യനായി ഉദാഹരിച്ചാൽ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്തു പറയുവാണെന്ന് നോക്കാം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുക: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, അതായത് നോക്കിയേ, ഇവിടെ ഒരു മനുഷ്യനെ നട്ട വൃക്ഷമായിട്ട് പറയുക. ആരാ നട്ടിരിക്കുന്നത്? യഹോവയായ ദൈവം നട്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ നട്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടുന്ന വെള്ളവും വളവും കാലാകാലങ്ങളിൽ നൽകിത്തരുവാൻ തക്കവണ്ണം ആ ദൈവം സർവശക്തനാണ്. ആയതിനാൽ ഇന്ന് നാം പരിശോധിക്കേണ്ട ഒരേ ഒരു കാര്യം, ദൈവം എന്നെ നട്ടിരിക്കുന്നതാണോ, അത് ഞാൻ വീണ് മുളച്ചു വന്നതാണോ? നട്ടിരിക്കുന്നതാണെങ്കിൽ ഭാരം വേണ്ട, നിങ്ങളുടെ എല്ലാ കാര്യാദികളും ഉടയവൻ ചെയ്തു തന്ന് നിങ്ങളെ പരിപാലിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ എന്റെ കർത്താവ് ഇടയായിത്തീരും. ആകയാൽ ഇന്ന് തന്നെ നാം പരിശോധിക്കുക, വീണ് മുളച്ചതാണോ വിത്ത് നട്ട് മുളച്ചതാണോ എന്ന്.